പളനിയിലേക്കുള്ള ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ചെറിയൊരു വീഡിയോ ആണിത്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചി കാക്കനാട് ഭാഗത്ത് നിന്ന് രാവിലെ ഏകദേശം ഒരു 8:30 മണിയോടുകൂടി ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, നടന്നില്ല. പിന്നെ വഴിയിൽ അത്ര സ്റ്റക്കായിരിക്കുന്ന ബ്ലോക്കൊന്നും ഫീൽ ചെയ്തില്ല, എന്നാൽ തിരക്കും ഉണ്ടായിരുന്നു. പൊള്ളാച്ചി കുതിരാൻ തുരങ്കം വഴിയുള്ള പളനിക്കുള്ള റൂട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഞങ്ങൾ യാത്ര പുറപ്പെട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ശരവണ ഭവൻ ഉണ്ടായിരുന്നു വഴിയിൽ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോഴത്തെ ഒരു റണ്ണിങ് സ്റ്റാറ്റസ് അനുസരിച്ച് ഞങ്ങളൊരു 2:30-3 മണി സമയത്തോടടുപ്പിച്ച് പളനി ചെല്ലുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ ലഞ്ചും വഴിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് വേണം നമുക്കങ്ങ് ചെല്ലാൻ. കുതിരാൻ തുരങ്കത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് കുതിരാൻ തുരങ്കം. കുതിരാൻ തുരങ്കത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തുരങ്കത്തിൽ കൂടെയുള്ള യാത്ര അധിക ദൂരമില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങേ സൈഡ് എത്തിച്ചേരും. പഴനിമലക്കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. പഴനിമലക്കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. വേൽമുരുക ശ്രീമുരുക, വേൽമുരുക ഹരോഹര, ശ്രീമുരുക ഹരോഹര, ആറുമുഖ ഹരോഹര, ആദിരൂപ ഹരോഹര. പഴനിമലക്കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. വൈപ്പർ സ്റ്റോപ്പ് കാണുന്നതാണ് പളനി ടെമ്പിൾ. Turn right, then turn right. ഞാൻ ഹോട്ടലിലോട്ടുള്ള വേൽമുരുക ഹരോഹര, ശ്രീമുരുക ഹരോഹര, ആറുമുഖ ഹരോഹര, ആദിരൂപ ഹരോഹര. പഴനിമലക്കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലോട്ടുള്ള വഴി. ഹോട്ടലിൻ്റെ പേര് ജയം എന്നാണ്.
അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു. സ്റ്റാൻഡേർഡ് AC റൂംസ് സെലക്ട് ചെയ്തില്ല. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം. അത്യാവശ്യം നല്ല റൂമാണ്. രാവിലെ നമ്മൾ എത്ര മണിക്ക് ഇറങ്ങി? ഒരു 8:30-9 മണിയൊക്കെ. 8:45 പുറത്തു. 8:45 ഇറങ്ങിയത്. 8:45 4 മണിക്കൂർ 5 മണിക്കൂർ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ റൺ ചെയ്ത് ഓടി ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ എത്തിയപ്പം ഒരു 4 മണി കൊച്ചി ഇവിടെ എത്തിയപ്പം. ഇടയ്ക്ക് നമ്മളൊരു 1 hour 2 hour ബ്രേക്ക് എടുത്തു. എന്നാലും ഇവിടെ എത്തിയപ്പോൾ 6 മണിയായി. അല്ല 4 മണി അല്ലേ? 4 മണി. അത്ര റണ്ണിങ് ടൈം എടുത്തു. പക്ഷേ ട്രാഫിക്കൊക്കെ കുറവാണ്. റോഡ് നല്ലതാണ്. നമുക്ക് നല്ല സ്പീഡിൽ വരാം. ഒരു 100-110 കിലോമീറ്റർ സ്പീഡിൽ വരാം. വൈകിട്ടത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, സമയം ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞു. കിച്ചിക്കുട്ടൻ്റെ തല മുട്ടയടിക്കാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഹോട്ടലിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ദേവസ്വത്തിൻ്റെ, അതായത് ക്ഷേത്രത്തിൻ്റെ തന്നെ മുടി ഇതുപോലെ മുടിയെടുക്കുന്ന സ്ഥലം അടിവാരത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളീ കാണുന്നതാണ് മുടി എടുക്കുന്ന സ്ഥലം. പക്ഷെ ഇവിടെ കൂപ്പൺ എടുക്കാനുള്ള കൗണ്ടറാണ് ഇവിടെ ഉള്ളത്. കൂപ്പൺ തികച്ചും സൗജന്യമാണ്. നമ്മൾ കൂപ്പൺ എടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ, അതായത് മുടി എടുക്കുന്ന ആളുടെ ഒരു ഫോട്ടോ എടുക്കും. നമുക്ക് ഏതെങ്കിലും ഒരാളുടെ അടുത്തേക്ക് നമ്മൾ പറഞ്ഞു ടോക്കണുണ്ട്. ഇവിടെ വീഡിയോ ക്യാമറ ഒന്നും അലൗഡ് അല്ല. ഇതാണ് മുടി കാണിക്കയുടെ ടോക്കൺ. അതിനുശേഷം ഞങ്ങളെല്ലാം തിരിച്ച് റൂമിൽ പോയിട്ട് ഫ്രഷായി എല്ലാവരും തിരിച്ച് പളനി ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കയറാനായിട്ട് റെഡി ആയിട്ട് വന്നു. ഏകദേശം 689 സ്റ്റെപ്സ് ഉണ്ട്. ഇവിടെ മൊബൈൽ ഫോണൊന്നും അലൗഡല്ല. വൈകുന്നേരം പോകാനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഭഗവാനെ സ്വർണ്ണത്തേരിൽ എഴുന്നള്ളിക്കുന്നത് കാണാൻ പറ്റും. പളനി മല കയറാൻ നമുക്ക് 3 രീതിയിൽ കയറാം. ഡയറക്റ്റ് സ്റ്റെപ്സ് ഉണ്ട്, പിന്നെ നിരപ്പായ പാതയും കൂടെ ചേർന്നുള്ളൊരു റൂട്ട്, പിന്നെ വെഞ്ച് ഒരു ചെറിയ ട്രെയിൻ പോലെയുള്ളൊരു സെറ്റപ്പാണ്. അത് ഒരാൾക്ക് 30 രൂപ വെച്ച്. ഇവിടുന്ന് മുകളിലേക്ക് മൊബൈൽ അലോഡ് അല്ലാത്തതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ഭഗവാനെ നന്നായി കണ്ട് തൊഴാൻ പറ്റി. സ്വർണ്ണത്തേരൊക്കെ കാണാൻ പറ്റി. നല്ല ക്യൂവും തിരക്കും ഉണ്ടായിരുന്നു. വൈകുന്നേരത്താണ് നല്ല തിരക്ക്. ഏകദേശം 9 മണിയോടുകൂടി ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു, സ്റ്റെപ്സ് ഇറങ്ങി. ഇന്നത്തെ ദിവസം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. നെക്സ്റ്റ് ഡേ ആതിരപ്പള്ളി വഴി കൊച്ചിയിലോട്ട്. പളനിയിൽ നിന്ന് ഏകദേശം രാവിലെ 9 മണിയോടുകൂടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റിട്ടേൺ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ആലിയാർ ഡാം. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം അവിടുന്ന് യാത്ര തിരിച്ച് 1 മണിക്കൂറിനകം ഞങ്ങൾ വനത്തിലൂടെയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു വളരെ നീണ്ട യാത്രയാണ്. ഞാൻ ഇതുവരെ പോയിട്ടുള്ളത് വെച്ച് ഏറ്റവും ലോങ് ആയിട്ട് വനത്തിൽ കൂടെ ഉള്ള ഒരു ട്രാവൽ എന്ന് പറയുന്നത് ഇതായിരുന്നു. ആ ഒരു മോർണിംഗ് ആ ഒരു സമയത്ത് തിരിച്ച് ഏകദേശം നേരത്തോട് നേരം, അതായത് രാത്രി 8:30-9 മണിയായി ഞങ്ങൾ ആതിരപ്പള്ളി റീച്ച് ചെയ്തപ്പം. അതുപോലെ ഫുൾ ഒരു വനമേഖലയിൽ കൂടെയുള്ളൊരു യാത്രയായിരുന്നു. രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ഇരുട്ടും മഴയുണ്ടായിരുന്നു. വഴിയിൽ ഒരുപാട് ആനകളെയൊക്കെ കാണാൻ പറ്റി. ആന വണ്ടിയുടെ തൊട്ടടുത്ത് വന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി. റിസ്ക് പിടിച്ച യാത്രയായിരുന്നു. ഈ പോകുന്ന വണ്ടി ഞങ്ങളിപ്പോ മലക്കപ്പാറയിൽ ആതിരപ്പള്ളി എത്തുന്ന റൂട്ടിൽ വന്നോണ്ടിരിക്കുക. ഈ ഫ്രണ്ടിൽ പോകുന്ന ബസ് ഒരു ആനയെ കണ്ടിട്ട് ആ ബസ് അവിടെ ചവിട്ടി നിർത്തി. ആന ഞങ്ങളുടെ ബസ്സിന്റെ പിന്നിൽ, ഞങ്ങളുടെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിലും. ഇപ്പൊ ബസ്സിലുള്ളവർക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യത്തിന് ചെയ്തതാണ്. അതുകൊണ്ട് പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഞങ്ങളുടെ വണ്ടിയുടെ നേരെ നിൽക്കുന്ന അവസ്ഥയായിരുന്നു. കാരണം ദൈവഭാഗ്യത്തിന് ഒന്നും ചെയ്തില്ല. ഞങ്ങൾക്ക് ഹോൺ അടിച്ചവരെ ഇത് ചെയ്യാനും വയ്യ, അറിയിക്കാനും വയ്യാത്ത അവസ്ഥയായിപ്പോയി. എന്തായാലും ഇനിയുള്ള KSRTC ഡ്രൈവർമാരെങ്കിലും ഒന്ന് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള പരിപാടി കാണിക്കരുത്. ഫോട്ടോ ഒക്കെ പിന്നായാലും എടുക്കാം. ആന ചവിട്ടി കഴിഞ്ഞാൽ പുറകെ വരുന്നതിൻ്റെ ജീവൻ പോകും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ ട്രിപ്പ്. പളനിയിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ ഈ റൂട്ട് വഴി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 10 മണിയായി രാത്രിയിൽ. ആതിരപ്പള്ളിയൊന്നും വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല, 5 മണിക്കൊക്കെ ക്ലോസ് ചെയ്യും. ഞങ്ങൾ അവിടെയൊക്കെ എത്തിയപ്പോൾ ഏകദേശം 8:30 രാത്രി 8:30 മണിയൊക്കെ ആയി. എന്നാലും നല്ല യാത്രയായിരുന്നു. ട്രിപ്പ് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. ഇടയ്ക്ക് ആനയെ കണ്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചൊഴിച്ചാൽ പളനി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു ഹെൽപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ, സീ യു.